ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മഴക്കാലത്ത് കുഞ്ഞുങ്ങളെ എങ്ങനെ നമ്മുടെ അസുഖങ്ങളിൽ നിന്ന് എങ്ങനെ സംരക്ഷിച്ചെടുക്കാം. നമുക്കൊരു പരിധി വരെ നമ്മുടെ പാരൻസ് കുഞ്ഞുങ്ങളെ ഒരു 5-6 കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ മഴക്കാലത്തുണ്ടാവുന്ന അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്കറിയാം എല്ലാ കുഞ്ഞുങ്ങളും ഇപ്പോൾ ന്യൂ ബോൺ ആയിരുന്നാലും സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളായിരുന്നാലും നമുക്ക് ഒരേപോലെ തന്നെ ഈ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട വളരെയധികം അത്യാവശ്യമാണ്. കാരണം ഈ മഴക്കാലങ്ങളിൽ കൂടുതലും ഇമ്മ്യൂണിറ്റി പവർ കുഞ്ഞുങ്ങളിൽ കുറവായിട്ടാണ് കാണപ്പെടുന്നതും അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവാനും ചാൻസസ് കൂടുതലാണ്. നമുക്കൊരു 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിൽ നമുക്ക് ഈ കുഞ്ഞുങ്ങളിൽ പെട്ടെന്നുണ്ടാവുന്ന ചുമ, അതുപോലെ തന്നെ പനി, ഇങ്ങനത്തെ അസുഖങ്ങളിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതിലാദ്യമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ക്ലോത്തിങ് ആണ്. ക്ലോത്തിങ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ന്യൂ ബോൺസ് ആണെന്നുണ്ടെങ്കിൽ അവരെ നന്നായിട്ട് നമ്മൾ കവർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. കാലിലും കയ്യിലും സോക്സ് ഇടുക, അതുപോലെ തന്നെ ക്യാപ്പ് ധരിക്കുക. പുറത്ത് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ന്യൂ ബോൺസിനെ പുറത്തേക്ക് കൊണ്ടുപോകാനായിട്ട്. നമുക്ക് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ പുറത്ത് കൊണ്ടുപോകുമ്പോഴാണെങ്കിൽ നമുക്ക് ഫുൾ സ്ലീവ് ഉള്ള ഡ്രസ്സസ് ധരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുക. പാൻസ് ആയിരുന്നാലും ഫ്രോക്ക് ആയിരുന്നാലും ഫുൾ സ്ലീവ് ഉള്ളത് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കോട്ടൺ ഡ്രസ്സ് ആയിരുന്നാലും നല്ലതാണ് ഈ മഴക്കാലത്ത് കുട്ടികളിൽ ധരിപ്പിക്കേണ്ടത്. പിന്നീടുള്ള കാര്യം എന്ന് പറയുന്നത് ക്ലോത്തിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ് ആൻഡ് വാട്ടറാണ്. ഭക്ഷണവും വെള്ളത്തിനെ കുറിച്ചിട്ടാണ്. അതായത് നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുമ്പോൾ കഴിവതും ചൂടുള്ള ഭക്ഷണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെച്ച് ഉണ്ടാക്കി, അതായത് ഇപ്പം എല്ലാ വീടുകളിലും വർക്കിംഗ് വുമൻസ് ആണ്. അപ്പോൾ അവർക്ക് ചിലപ്പോൾ ഓവർനൈറ്റ് കുക്കൊക്കെ ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കി വെക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അത് ചൂടാക്കി കൊടുക്കുന്ന പ്രവണത ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ മഴക്കാലങ്ങളിൽ ഒന്ന് ഒഴിവാക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഫുഡ് കുഞ്ഞുങ്ങളിൽ കൊടുക്കാണ്ടിരിക്കുക. ഈ വെജിറ്റബിൾസ് ആയിരുന്നാലും നമ്മൾ പുറത്തുനിന്ന് മേടിച്ചു കൊണ്ടുവരുന്ന എന്ത് സാധനമായിരുന്നാലും വാഷ് ചെയ്തതിന് ശേഷം മാത്രം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള വെള്ളം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ഒഴിവാക്കുക. തണുത്ത പാനീയങ്ങൾ ഈ മഴക്കാലങ്ങളിൽ കൊടുക്കുന്നത് ഒഴിവാക്കുക. വെള്ളം തന്നെ നമ്മൾ ചൂടാക്കുമ്പോൾ ഒരു 5 മിനിറ്റ്സ് എങ്കിലും കണ്ടിന്യൂസ് ബോയിൽ ചെയ്തിട്ട് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. പിന്നെ ചില പ്രവണതയുണ്ട്, ഇപ്പോൾ അഡൽസിനായിരുന്നാൽ കൂടിയും ഈ ചൂടുവെള്ളത്തിൽ തന്നെ നോർമൽ വാട്ടർ മിക്സ് ചെയ്ത് കൊടുക്കുന്ന പ്രവണതയുണ്ട്. അപ്പോൾ അതും ഈ മഴക്കാലത്ത് അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മളിപ്പോൾ വെള്ളം ചൂടാക്കുന്നത് എന്തിനാ, ബാക്ടീരിയകളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ ഈ നോർമൽ വാട്ടറും കൂടെ ആ ബോയിൽഡ് വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ വീണ്ടും ആ വാട്ടറിലെ ഹൈജീൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഒരു കാരണവശാലും കുഞ്ഞുങ്ങൾക്കായിരുന്നാലും അഡൽട്ട് ആയിരുന്നാലും 2 വെള്ളം, നോർമൽ ആൻഡ് ഹോട്ട് വാട്ടർ ഒരുമിച്ച് മിക്സ് ചെയ്ത് കുടിക്കുന്ന പ്രവണത നിർത്തേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഈ ജങ്ക് ഫുഡ്സ്, ഈ മഴക്കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ജങ്ക് ഫുഡ്സ് വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. അതുപോലെ തണുത്ത പാനീയങ്ങൾ, ബോട്ടിൽ ജ്യൂസസ്, ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ് മഴക്കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമുക്ക് ഡയേറിയ, ഫുഡ് പോയ്സൺ അങ്ങനത്തെ അസുഖങ്ങൾ കുഞ്ഞുങ്ങളിൽ പിടിപെടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. മാത്രമല്ല മഴക്കാലം ആയതുകൊണ്ട് തന്നെ ദഹിക്കാൻ പറ്റുന്ന ഫുഡ് വേണം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കാനായിട്ട്. കുട്ടികൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ നൈറ്റ് 10 o'clock വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാണ്ട് ഒരു 8 മണി ഒക്കെ സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പാരൻസ്. അതുപോലെ തന്നെ ഈസിലി ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഫുഡ് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. അധികം നൈറ്റൊക്കെ ഒരു നോൺ വെജ് അങ്ങനത്തെ കാര്യങ്ങൾ കൊടുക്കാതെ ലൈറ്റ് ഫുഡ് ആയിരിക്കണം കുഞ്ഞുങ്ങൾക്ക് ഈ മഴക്കാലങ്ങളിൽ കൊടുക്കേണ്ടത്. മാത്രമല്ല സ്കൂളിൽ പോകുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമുക്കിപ്പോൾ മാർക്കറ്റിംഗ് അവൈലബിൾ ആണ്. ചൂട് തങ്ങി നിൽക്കുന്ന ടിഫിൻ ബോക്സ്, അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ എല്ലാം മാർക്കറ്റിംഗ് അവൈലബിൾ ആണ്. കഴിവതും അങ്ങനത്തെ പാത്രങ്ങൾ ഒക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ചൂട് തങ്ങി നിൽക്കുകയും അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫുഡ് അവർക്ക് കഴിക്കാൻ പറ്റുകയും ചെയ്യും. അതുവഴി നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ, അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന ജലദോഷം, ചുമ ഇതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ക്ലോത്തിങ് പറഞ്ഞു, രണ്ടാമത് ഫുഡ് ആൻഡ് വാട്ടർ പറഞ്ഞു, മൂന്നാമത് ഹൈജീൻ. ഹൈജീനിന് പറയുമ്പോൾ
മെയിൻലി ആയിട്ട് സ്കൂളിൽ പോയിട്ട് വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ശീലിപ്പിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ് വന്നതിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈയും കാലും കഴുകുക എന്നുള്ളതും, അതിനുശേഷം ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാ പാരൻസും കുഞ്ഞുനാൾ മുതൽ തന്നെ ഒരു 3 years 2 years വെച്ച് തന്നെ നമ്മൾ ആ കുഞ്ഞുങ്ങളെ ആ ഒരു രീതിയിൽ ശീലിപ്പിച്ചെടുക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിലും അത് നല്ലൊരു ഹൈജീനായിട്ട് നല്ലൊരു ഹാബിറ്റായിട്ട് കുഞ്ഞുങ്ങളിൽ മാറ്റിയെടുക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മാത്രമല്ല വീടിന് ചുറ്റുമുള്ള വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് വേസ്റ്റ് ക്ലിയർ ഔട്ട് ചെയ്യുക, അതായത് കത്തിച്ച് കളയുകയോ അല്ലെങ്കിൽ അത് മൊത്തത്തിൽ ഡംപ് ചെയ്യുകയോ അങ്ങനെ ചെയ്യുക. കാരണം അതിൽ കൂടുതലായിട്ടും ഈച്ച, കൊതുക് അതുപോലത്തെ പ്രാണികൾ പെരുകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുഞ്ഞുങ്ങളിൽ ഈ ഡെങ്കു ഫീവർ, പലതരത്തിലുള്ള എന്താ പറയുക വേറെ രീതിയിലുള്ള അസുഖങ്ങളെല്ലാം ഇപ്പം നമുക്ക് അറിയാം. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള അസുഖങ്ങളെല്ലാം ഹൗസ് ഫ്ലൈ, ഈച്ചയിലൊക്കെ നമ്മളിൽ കണ്ടുവരുന്നുണ്ട്. സോ ആ ഹൈജീനും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതാണ്. കുഞ്ഞുങ്ങളിൽ വേറെ കാര്യം ശീലിപ്പിക്കേണ്ടത് ടോയ്ലറ്റിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ കൈയും ഒക്കെ കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഫുഡ് അങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ഹൈജീൻ കഴിയുമ്പോൾ നമ്മൾ പറയുന്ന മോസ്കിറ്റോ ബൈറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം മഴക്കാലങ്ങളിൽ ഇഷ്ടംപോലെ വെള്ളം തങ്ങി നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട് വീടുകളിൽ തന്നെ, ചെടിച്ചട്ടികളിൽ. അപ്പോൾ ഈ ചെടിച്ചട്ടികൾ നമ്മൾ പ്ലാന്റ്സ് വളർത്തുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ വെള്ളമുണ്ടെങ്കിൽ അത് ക്ലിയർ ഔട്ട് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ആ വെള്ളത്തിൽ തന്നെ കൊതുകുകൾ പെരുകാനുള്ള ചാൻസസ് ഉണ്ട്. അതുവഴി നമുക്ക് ഡെങ്കു ഫീവർ അങ്ങനത്തെ ഫീവറുകൾ ഉണ്ടാവാനുള്ള ചാൻസസും കൂടുതലാണ്. ന്യൂബോൺസ് ഉള്ള വീടുകളാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കുക. നമുക്കിപ്പം മാർക്കറ്റിംഗ് അവൈലബിൾ ആണ് ഈ മോസ്കിറ്റോ ബൈറ്റിന് വേണ്ടിയിട്ട് ഉള്ള ക്രീംസും ഓയിൻമെൻറ്റും ഒക്കെ. അപ്പോൾ അതൊക്കെ ഡോക്ടറിനോടൊന്ന് കൺഫേം ചെയ്ത് ഏതാണ് നല്ലതെന്നൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം അത് ഈവനിങ് സന്ധ്യാസമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് ദേഹത്ത് പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സമയങ്ങളിൽ ജനൽ അതുപോലത്തെ വാതിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തുറന്നിടാതിരിക്കുക. കഴിവതും ഇപ്പോൾ നെറ്റിലുള്ള കർട്ടൻസും അങ്ങനത്തൊക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പോൾ ആ രീതിയിലുള്ള കർട്ടനുകളെല്ലാം വീട്ടിൽ ഇടേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ഈ മോസ്കിറ്റോ ബൈറ്റ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് വാക്സിനേഷനെ കുറിച്ചിട്ടാണ്. വാക്സിനേഷൻ ഇപ്പോൾ ചിലവർ പറയും മഴക്കാലമാണ്, അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് മഴയൊന്ന് മാറിയിട്ട് കുഞ്ഞിന് വാക്സിൻ എടുക്കാം എന്നുള്ള രീതിയിലുള്ള പ്രവണത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം നമുക്ക് കുഞ്ഞുങ്ങളിൽ ഉള്ള അപ്ഡേറ്റ് ആയിട്ടുള്ള വാക്സിൻ കൃത്യമായിട്ട് തന്നെ എടുത്തിരിക്കുക. അതായത് ഓരോ മാസവും കഴിയുന്നതോറും നമുക്ക് ഇന്ന വാക്സിൻ ഓരോ കുഞ്ഞുങ്ങൾക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വാക്സിനേഷൻ ബുക്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അത് ചെക്ക് ചെയ്ത് മഴക്കാലമായിരുന്നാലും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എടുക്കേണ്ട വാക്സിൻ നന്നായിട്ട് തന്നെ ആ കൃത്യസമയത്ത് തന്നെ എടുക്കുക, ഡിലേ വരുത്തരുത്. വാക്സിനും നമ്മുടെ ഈ ഒരു അസുഖങ്ങളിൽ പ്രിവെൻറ്റ് ചെയ്യാനുള്ള നല്ലൊരു കാരണം തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത്രയും ഒരു 5-6 കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.